സ്ത്രീ എന്ന പരിഗണനയും ജാതിയുടെ പേരിലുള്ള ആനുകൂല്യങ്ങളും ദുരുപയോഗം ചെയ്യാനുള്ളതാണോ? ഒരാളുടെ പ്രതികാരം വീട്ടാനും ചില കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ലൈംഗിക ആരോപണവും ജാതി കാർഡും ഇറക്കുന്നവരുമുണ്ട്. നടൻ കൃഷ്ണകുമാറിനെതിരായ പരാതിയും കേസും പച്ചക്കള്ളമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായി. എന്നാൽ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരള പോലീസ് ആരെയാണ് സംരക്ഷിച്ചത്? ജീവനക്കാരായ യുവതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പോലീസ് ഒടുവിൽ വിശദമായി പരിശോധിച്ചു. കവടിയാറിലെ വ്യാപാര സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 3 വനിതാ ജീവനക്കാർ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം സ്വീകരിച്ചതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത്. കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്നും തട്ടിക്കൊണ്ടുപോയി ഫോൺ തട്ടിയെടുത്തെന്നും മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞെന്നും ജീവനക്കാർ ആരോപിച്ചിരുന്നു. കവടിയാറിലെ ദിയയുടെ സ്ഥാപനത്തിൽ QR കോഡിൽ തിരിമറി നടത്തി ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാർ ആദ്യം നൽകിയ പരാതിയിൽ ജീവനക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത്. 2 പരാതികളിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ജീവനക്കാരികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു. വ്യാപാര സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി 3 ജീവനക്കാരികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചതായാണ് വിവരം. അതേസമയം 2 ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കൃഷ്ണകുമാറിനെതിരായ തട്ടിക്കൊണ്ടുപോകൽ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സത്യം ബോധ്യപ്പെട്ടു വരുന്നതിൽ ഏറെ സന്തോഷമെന്ന് കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ന്യൂസ് 18നോട് പറഞ്ഞു. ഇതുവരെ അഫ്കോഴ്സ് ഞാൻ തൃപ്തരായാണ് ഇരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തിൽ വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത്. കാര്യം എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവർ ഡീൽ ചെയ്തിരുന്നത്. എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറയുന്ന ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ, എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാം, നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ. 2 പേരുടെയും കിട്ടിയിട്ടുണ്ട്, 2 കൂട്ടരുടെ ഇനി പരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത് അപ്രതീക്ഷിത പരിഗണനയാണെന്നും കൃഷ്ണകുമാർ. ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അത് അവർ ഭരണത്തിലിരിക്കുകയാണ്. ഇത് ആഭ്യന്തരമന്ത്രി കൂടിയാണ്. എൻ്റെ തവണ ചെല്ലുന്നു ഇരിക്കാൻ പറയും. ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിനെ എല്ലാം ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കും. കൃഷ്ണകുമാറിനെയൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, വിശ്വാസമാണ്, കൂടുതലൊന്നും പറയണ്ട, കൃത്യമായ അന്വേഷണം നടന്നിരിക്കും. അപ്പം ഞാനും പറയുന്നത് എനിക്ക് എന്റെ ഭാഗം അന്വേഷണം ഒന്നുമല്ല, സുതാര്യമായിട്ടൊരു അന്വേഷണം നടത്തുക. ആരാണോ തെറ്റുകാര് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അതേസമയം കൃഷ്ണകുമാറും ദിയയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.